അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാന സ്നേഹം നിറഞ്ഞ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന, നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഒരുമിച്ച് കൂടലും നമ്മുടെ ദിക്ർ, ഔറാദുകൾ, തസ്ബീഹാത്തുകൾ എല്ലാം, നമ്മുടെ നോമ്പ്, നമ്മുടെ നമസ്കാരം, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ എല്ലാം അല്ലാഹു തആല ഉയർന്ന രൂപത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമദാനിന്റെ 29ാമത്തെ രാവിലേക്ക് നമ്മൾ ഇതാ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ വ്യാഴാഴ്ച 29ാമത്തെ പകലാണ്, അതായത് 29ാമത്തെ നോമ്പാണ്. ഒരു പക്ഷേ ഇന്നത്തെ ഈ രാവെന്ന് പറഞ്ഞാൽ ഈ 2026 റമദാൻ മാസത്തിന്റെ അവസാനത്തെ രാവ് ആവാൻ സാധ്യതയുണ്ട്. കാരണം നാളെ വ്യാഴാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിന്നെ പെരുന്നാൾ രാവാൻ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു പക്ഷേ റമദാനിന്റെ അവസാനത്തെ രാവ് ആവാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ നമസ്കരിക്കുന്ന തറാവീഹ് നമസ്കാരം ഈ വർഷത്തെ അവസാനത്തെ തറാവീഹ് നമസ്കാരം ആവാനും സാധ്യതയുണ്ട്. കാരണം നാളെ നിലാവ് കണ്ടാൽ പിന്നെ പെരുന്നാളാണ്. പെരുന്നാൾ രാവായാൽ പിന്നെ തറാവീഹ് നമസ്കാരമില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അള്ളാഹുലേക്ക് നരകമോചനം ചോദിക്കാൻ, സ്വർഗപ്രവേശനം ചോദിക്കാൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ചോദിക്കാൻ, അള്ളാഹിന്റെ മഗ്ഫിറത്ത് ചോദിക്കാൻ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മാപ്പിനെ ചോദിക്കാനുള്ള അവസാനത്തെ അവസരമാണെന്ന് മനസ്സിലാക്കി, നമുക്കറിയില്ല അടുത്ത റമദാനിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്നറിയില്ല, അതുകൊണ്ട് ഇത് അവസാനത്തെ അവസരമാണെന്ന് മനസ്സിലാക്കി നല്ലവണ്ണം ഇന്നത്തെ രാവ് പ്രത്യേകമായി നമ്മൾ ഇബാദത്ത് ചെയ്യുക. മാത്രമല്ല ഇന്ന് 29ാം രാവാണ്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവ് കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയില്ല, എന്നാണെങ്കിലും അതിന്റെ പുണ്യം നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും മറന്നു പോവണ്ട. അതായത് ഇന്നിപ്പോ 29ാം രാവാണ്, നാളെ വ്യാഴാഴ്ച 29ാമത്തെ നോമ്പാണ്. നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പെരുന്നാൾ രാവിലേക്ക് കടക്കുന്നു. അപ്പൊ നാളെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ നാളത്തെ രാത്രി, മറ്റന്നാൾ വെള്ളിയാഴ്ച പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് വരെ ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട സമയമാണ്. എങ്ങനെയാണ് ഫിത്ർ സക്കാത്ത്? എന്താണ് ഫിത്ർ സക്കാത്ത്? അത് എത്രയാണ് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? എവിടെയാണ് കൊടുക്കേണ്ടത്? എങ്ങനെയാണ് കൊടുക്കേണ്ടത്? വിശദമായ ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട എല്ലാ സംശയത്തിനുള്ള മറുപടിയും നമ്മൾ വ്യക്തമായതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മോർണിംഗ് വീഡിയോ നിങ്ങൾ കാണാൻ മറന്നു പോകണ്ട. ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഇനി നമുക്ക് ഉണ്ടാവൂല. ആ തരത്തിലാണ് നമ്മൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഒരുപാട് വിഷമ പ്രയാസങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തരട്ടെ. ലോകാടിസ്ഥാനത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാത്തിനും അല്ലാഹു തആല വലിയ പരിഹാരം നൽകുമാറാവട്ടെ. ലോകത്ത് സമാധാനം അല്ലാഹു തആല കൊടുക്കട്ടെ. നമുക്കും അല്ലാഹു തആല വളരെയധികം ശാന്തിയും സമാധാനവും റാഹത്തുള്ള ജീവിതം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റമദാൻ മാസം നമുക്ക് അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ സ്പെഷ്യലായ ദിക്ർ ഔറാദുകളാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. പവിത്രതകളേറെ നിറഞ്ഞ റമദാൻ, ഈ റമദാനിന്റെ 3ാമത്തെ 10, ഈ 3ാമത്തെ 10ൽ നമ്മളെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനന്നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗ്ഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين.
اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين كل داء دواء ودواء الذنوب الاستغفار എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട് പാപങ്ങളാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇസ്തിഗ്ഫാർ അതുകൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾക്കുള്ള മരുന്നാകുന്ന ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് അധികരിപ്പിച്ചാലോ പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അൻതത് തവ്വാബുർ റഹീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അൻതത് തവ്വാബുർ الرحيم أستغفر الله العظيم إنك أنت التواب 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 الرحيم
അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്തത് തവ്വാബുർ റഹീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നക അന്തത് തവ്വാബുർ റഹീം. വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അള്ളാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാത്? അല്ലാഹുവേ ഇന്നക നിശ്ചയമായും നീ അഫൂൻ നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പോൾ മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലും ഒക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസ്സാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني.
اللهم إنك عفو تحب العفو فاعف عني 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 റമളാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആ നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. വിശുദ്ധമായ റമളാൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. ഈ സമയത്ത് അല്ലാഹ് പടച്ചോനെ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞതാ നിന്റെ അടുക്കലേക്ക് വരുന്ന ഈ റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റമളാൻ നിന്റെ
അടുക്കൽ വന്നിട്ട് ഞങ്ങളെപ്പറ്റി ഒരു കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ റമദാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം. ഈ 27-ാം രാവിൽ ഈ പുണ്യമായ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4000-ഓളം വരുന്ന സ്വലാത്തുകളാണ് മൊത്തത്തിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4000-ത്തിലധികം വരുന്ന സ്വലാത്ത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറാദ് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു താല ആ മുറാദ്, ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതെന്നാണ്. അപ്പോൾ ഓരോ സ്വലാത്ത് പറയുമ്പോഴും ഓരോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹലാലായ മുറാദുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഈ മൗലിദൊക്കെ സാധാരണ ഓതുന്ന ഒരു 2 ബൈത്തുണ്ട്. പക്ഷെ അത് ബൈത്തിനേക്കാൾ ഉപരിയായതൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാ
സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ വിശുദ്ധമായ റമളാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് വലിയ ഒരു കാവൽ കിട്ടേണ്ട മാസമാണ്. മാത്രമല്ല, ഈ റമളാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടണം, ഒരു സലാമത്ത് കിട്ടണം, ഒരു കാവൽ കിട്ടണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും കാവൽ കിട്ടാൻ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് എല്ലാവിധ ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന പുണ്യമായൊരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ
സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഒരു ദിവസം ഒരു മനുഷ്യൻ നരകമോചനം ചോദിക്കുന്നു. എത്ര പ്രാവശ്യം? 3 വട്ടം. എങ്കിൽ നരകം പറയുമെന്നാണ്, അല്ലാഹുവേ അയാൾ എന്നെ തൊട്ട് കാവൽ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ എന്നിലേക്ക് കടത്തല്ലേ എന്ന് നരകം പറയുമെന്നാണ്. അപ്പൊ നരകമോചനം ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 അല്ലാഹുമ്മ അജിർനി മിനന്നാർ,
النار اللهم أجرني من 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 النار. പുണ്യമായ റമദാൻ, ആ റമദാനിന്റെ അവസാനത്തെ പത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ദുആയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്ക്, നമ്മൾ ചൊല്ലിയ സ്വലാത്തുകൾക്ക് അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഫാത്തിഹ ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അർഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പതിനായിരക്കണക്കിന് ഉമ്മമാരും ഉപ്പമാരും അല്ലാഹുവേ ആമീൻ പറയുന്ന സദസ്സാണ്, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾ നിന്റെ അടുക്കലേക്ക് ഇസ്തിഗ്ഫാർ പറയുന്ന, തൗബ ചെയ്യുന്ന, സ്വർഗപ്രവേശനം ചോദിക്കുന്ന, നരകമോചനം ചോദിക്കുന്ന രാവാണ്. ഞങ്ങളും അതാ ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ കോപത്തിന് ഇരയായ ആളുകളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ ചെയ്തവരാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട്, നീ അല്ലാഹുവേ അതെല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ കബൂലാക്കണേ അല്ലാ. റമളാൻ, വിശുദ്ധ റമളാൻ, ആ റമളാനിന്റെ ഒന്നാമത്തെ ദിനം മുതൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് അല്ലാഹുവേ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി
ദുആരക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവരെ നീ വെറുതെയാക്കല്ലേ അല്ലാ, അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുള്ള മജ്ലിസാണ് റബ്ബേ. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ, ആ ഉമ്മമാരെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉപ്പമാര് മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, അവർക്കെല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന് പകരം ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികൾ പലരും ഖബറിലാണ്, സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാനിൽ തന്നെ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നരകം കണ്ണുകൊണ്ട് പോലും കാണുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ ഈ റമളാനിന്റെ അവസാനത്തെ 10 നരകമോചനം കിട്ടുന്ന 10ആണല്ലോ. ഞങ്ങൾ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ ഹിസാബിനെ തൊട്ട് കാക്കണേ അല്ലാ, നിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഈ സദസ്സ് കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, എല്ലാം നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ, ഖൈർ തരണേ അല്ലാ, ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, പാവങ്ങളാണ് ഉമ്മമാര്, ആ പാവങ്ങളായ ഉപ്പമാര് റബ്ബേ, അവരെ നീ കൈവെടിയല്ലേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. അവരൊക്കെ മനസ്സിൽ ഓരോ മുറാദുകൾ മനസ്സിൽ കണ്ടിട്ടാണ്, ഓരോ ഉദ്ദേശങ്ങൾ കണ്ടിട്ടാണ് കമന്റ് എഴുതുന്നത്. റബ്ബേ, ആ കമന്റ് എഴുതുന്ന ദുആ വസിയത്ത് പറയുന്ന ആ പാവങ്ങളെ നീ കൈവെടിയല്ലേ അല്ലാ. അവർക്ക് ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ വിഷമങ്ങൾ നീ കണ്ട് പരിഹരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ തട്ടിക്കളയല്ലേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. നീ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരും സ്വീകരിക്കാനില്ല അല്ലാ. നീ ഖൈറിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരുപാട് സഹോദരിമാര്, ഒരുപാട് സഹോദരങ്ങൾ ഉസ്താദെ പേരെടുത്തു പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണേ എന്ന് അറിയിച്ചവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരന്മാർ, പ്രവാസികളായ മുഅ്മിനീങ്ങൾ, പ്രവാസികളായ സഹോദരിമാർ, സഹോദരങ്ങൾ, അവർക്ക് നീ ശാന്തി കൊടുക്കണേ അല്ലാ, സമാധാനം കൊടുക്കണേ അല്ലാ. ഈ റമളാനിന്റെ വലിയ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ അല്ലാ. ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ അല്ലാ. രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്, യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിന്റെ വലിയ ഭീതി ഞങ്ങൾക്കും വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് വില കൂടുകയാണ്, പാചകവാതകം കിട്ടാനില്ല. നിന്റെ പരീക്ഷണമാണെന്നറിയാം റബ്ബേ. ഈ പരീക്ഷണത്തിന് നീ അറുതി തരണേ അല്ലാ. ഈ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ രാജ്യത്തും അല്ലാഹുവേ, പടച്ചവനെ, ലോകത്ത് മുഴുവനും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ചു കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഗൾഫിലുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാവർക്കും നീ സ്വാന്തനം കൊടുക്കണേ അല്ലാ. ആശ്വാസത്തിന്റെ വാക്കുകൾ, ആശ്വാസത്തിന്റെ വാർത്തകൾ അവർക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സുന്ദരമായ രാവുകളാണ്. ഞങ്ങളുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും, ലോക മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും നീ സമാധാനവും ശാന്തിയും കൊടുക്കണേ അല്ലാ. ഈ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികൾ
വസവതകൾ മാറ്റി തരണേ അല്ലാ. അള്ളാഹു ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റ് എഴുതുന്ന, ഈ വീഡിയോകൾ കണ്ടിട്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അവർ നീ കൈവെടിയല്ലേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗികളാണ്, രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ് അല്ലാഹുവേ. ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആയിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.